ഹലോ എവറി വൺ. സോ നിങ്ങളെല്ലാവരും കറൻ്റ്ലി അനുഭവിക്കുന്ന പ്രോബ്ലം അതെന്തായിരുന്നല്ലോ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ഡിവൈനോട് ചോദിക്കാൻ പോകുന്നത്. സോ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞാനിത് ഓൾറെഡി ഷഫിൾ ചെയ്തതാണ്. സ്റ്റിൽ കദ്രു, മദർ ഓഫ് സർപ്പൻസ്. ഓക്കെ, മാറ്റങ്ങൾക്ക് നമ്മളെല്ലാവരും തയ്യാറാവണം. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പത്തെ റീഡിങ്സിലും പല സ്ഥലത്തും ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചും സ്നേക്കിൻ്റെ എനർജിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഷെഡ് ദ ഓൾഡ് അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി, ഒരു മെസ്സേജസ് മുമ്പ് വന്നായിരുന്നു. കളക്റ്റീവ്ലി ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. നിങ്ങളെ പ്രോബ്ലംസിന് ഏറ്റവും നല്ല ഉപായം എന്ന് വെച്ചാൽ നമ്മൾ മാറാനായിട്ട് തയ്യാറാവുക. അതുപോലെ തന്നെ ചാൻഡ് നാഗ് മദ്രാസ് ഫോർ വിസ്ഡം ഇൻ കോംപ്ലക്സ് സിറ്റുവേഷൻസ്. നിങ്ങൾ നാഗങ്ങളെയും അല്ലെങ്കിൽ നാഗദേവങ്ങളെയൊക്കെ പൂജിക്കുന്നവരാണ്, അവരെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവാം. അതുപോലെ തന്നെ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അത് ജപിക്കാൻ ഞാൻ എല്ലാവരോടും പറയില്ല നാഗമന്ത്രങ്ങളൊക്കെ ജപിക്കാനായിട്ട്. ഭയങ്കര ലൈക്ക് ഉഗ്രമന്ത്രങ്ങളാണ്. ആരാണ് അങ്ങനെ ആരാധിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നാഗക്ഷേത്രങ്ങളിലൊക്കെ എന്താ പറയുക, പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രേയേഴ്സും അതുപോലെ തന്നെ ഡൊണേഷൻസും ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് മോർ ഓവർ ദാൻ ദാറ്റ് നിങ്ങൾ കുറച്ചുകൂടി ട്രാൻസ്ഫോർമേഷന് റെഡി ആവണം. അതായത് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ ഓപ്പണായിട്ട് സ്വീകരിക്കണം. എന്തെങ്കിലും മറിയാണെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് നമ്മളും നമ്മളെ സിറ്റുവേഷൻസിനെ ബാക്ക് ഓഫ് ദ ഡെക്ക് നമുക്ക് വന്നിരിക്കുന്ന ശനിയുടെ എനർജിയും വളരെ സ്ട്രോങ് ആണ്. കാരണം ശനി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, മെയ് 27-നായിരുന്നു. അപ്പോൾ ഈ ഒരു സ്നേക്ക് ആൻഡ് ശനി, ഈ ഒരു എനർജി വളരെ ഞാൻ ഒട്ടും ആക്ച്വലി സർപ്രൈസ്ഡ് അല്ല. ലേൺ ഫ്രം യുവർ ചാലഞ്ചസ്, എംബ്രേസ് പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്, ചാൻഡ് ശനി മന്ത്രാസ് ഫോർ പേഷ്യൻസ്. ഓക്കെ, വളരെയധികം എന്താ പറയുക, ക്ഷമ ശീലിക്കേണ്ട ഒരു സമയമാണ്. കാരണം ശനി ഒന്നും നേരെ വളരെ എളുപ്പത്തിൽ നടത്താൻ അനുവദിക്കാത്തൊരു ദേവനാണ്. ബട്ട് ബ്ലെസ്സിങ്സും അത്ര പോലെ തന്നെ തരും. അപ്പം നമ്മൾ കൂടുതൽ നമ്മളെ കർമാസിൽ ഫോക്കസ് ആവണം. ദാനധർമ്മങ്ങൾ ചെയ്യുക. ഒന്നും ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. എത്രത്തോളം പറ്റുമോ ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി കത്തിക്കുക. അന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കാണ്ടിരിക്കുക. എണ്ണ തേച്ച് കുളിക്കുക. അതുപോലെ തന്നെ ഉപ്പ് അങ്ങനെയുള്ള വസ്തുക്കൾ കുറച്ച് ഉപയോഗിക്കുക. പിന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശനിദേവൻ്റെയും എന്താ പറയുക ഒരുപാട് കൃപ നമ്മളുടെ മേലിലുണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ എല്ലാ